ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദിവസം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭമായി. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ തോറ്റംപാട്ടിനും തുടക്കം കുറിച്ചു. മാർച്ച് 3-നാണ് സ്ത്രീജനങ്ങളുടെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ദിവസമായ മാർച്ച് 3-ന് രാവിലെ 9:45-ന് അടുപ്പുവെട്ട് ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 2:15-നാണ് പൊങ്കാല നിവേദ്യം. ആറ്റുകാൽ ക്ഷേത്ര പരിസരവും പ്രധാന നഗരവീഥികളുമെല്ലാം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ്. ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വഴിയോരങ്ങളെല്ലാം കച്ചവടം തകൃതിയായി ഏറ്റെടുത്തിട്ടുണ്ട്. പൊങ്കാലയെ മുന്നിൽ കണ്ട തലസ്ഥാന നഗരിയിലെ വഴിയോരങ്ങളെല്ലാം തന്നെ കച്ചവടക്കാർ കൈയടക്കി കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാല വരുന്നതിന് ഏകദേശം 1 മാസം മുൻപ് തന്നെ മൺകല വ്യാപാരവും ആരംഭിച്ചിരുന്നു. നിരവധി മൺകല കച്ചവടക്കാർ സജീവമാണെങ്കിലും ആർക്കും കച്ചവടം നഷ്ടമാകുമെന്ന ഭയമില്ല. ആറ്റുകാലമ്മ തുണയ്ക്കായി ഒപ്പമുണ്ടാകുമെന്നും അടുത്ത വർഷവും കച്ചവടത്തിനായി ഇവിടെ അമ്മ എത്തിക്കുമെന്ന വിശ്വാസവും ഓരോ കച്ചവടക്കാർക്കുമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്ത്രീജനങ്ങളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പൊങ്കാല പോയ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുമെന്നും ഇക്കൊല്ലം റെക്കോർഡ് തിരുത്തി ചരിത്രം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ക്ഷേത്ര ഭാരവാഹികൾ. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.